എല്ലാവർക്കും ആദിലക്ഷ്മി കിച്ചൺ വേളിലേക്ക് സ്വാഗതം. കണ്ടില്ലേ പിസ്സ? അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ പിസ്സ ഉണ്ടാക്കിയാലോ? സിമ്പിൾ ആണ്. അപ്പൊ നമ്മള് പിസ്സയ്ക്കുള്ള മാവ് ആദ്യം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഗ്ലാസ് എടുത്തിരിക്കണ ഇതില് 2.5 ഗ്ലാസ് ലൈറ്റ് ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1.5 ടീസ്പൂണ് ഈസ്റ്റും ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 4 വലിയ ടീസ്പൂണ് ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതേ ഗ്ലാസ്സിൽ തന്നെ 4 ഗ്ലാസ് മൈദ ചേർത്ത് ഇനി നന്നായി കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ കയ്യിലൊട്ടാനും പാടില്ല, പാത്രത്തിലൊട്ടാനും പാടില്ല. അതേ പരുവത്തില് നന്നായി കുഴച്ചെടുക്കാം. നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വേണം വിട്ടു പോരുന്ന സ്റ്റേജ് ആവണം. കണ്ടില്ലേ? ഇപ്പൊ നമ്മൾ നന്നായി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് 1 ടീസ്പൂണോളം ഒലീവ് ഓയിൽ പുരട്ടി മാവ് നമുക്ക് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ നമ്മുടെ പിസയ്ക്കുള്ള മാവ് 2 മണിക്കൂർ വരെ റെസ്റ്റ് ആയിരിക്കട്ടെ. ഈ സമയം നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കാം. 3 തക്കാളി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു ഫ്രൈ പാൻ എടുക്കുക. അതില് 2 വലിയ ടീസ്പൂണ് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. 1 സവാള ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുക. വെളുത്തുള്ളി 10 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് കൊടുത്ത് നന്നായി വാട്ടിയെടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഒറിഗാനോ 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. നന്നായി വാടിയതിനു ശേഷം നമ്മൾ വേവിച്ച് വെച്ച തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു പിഞ്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ അത്തരത്തിൽ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി തിക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിസയ്ക്കുള്ള സോസും റെഡി. ഇനി നമ്മൾ കുറച്ച് ചിക്കൻ എടുത്ത് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ചിക്കൻ 65 ആയാലും കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ മാവ് 2 മണിക്കൂറിന് ശേഷം പൊന്തിയിട്ടുണ്ട്. ഇനി മാവ് നമ്മൾ ചെറിയ ചെറിയ ഉരുളകളായി പീസുകളാക്കി ഞാൻ 4 പീസാക്കി വെച്ചിട്ടുണ്ട്. 4 പീസാക്കി വെച്ചാൽ ഫ്രൈ പാനില് ഒലീവ് ഓയിൽ തടവിയിട്ട് ഇതുപോലെ പരത്തി കൊടുക്കാം. സൈഡ് ഭയങ്കരമായിട്ട് പരത്താൻ നിൽക്കരുത്. സൈഡ് ഇങ്ങനെ കുത്തി ഒരു തടം മാതിരി വെക്കുക. ഇനി നമ്മള് പിസ്സ ആ മാവിന്റെ മുകളിൽ ഇതുപോലെ ഫോർക്ക് വെച്ച് കുത്തി ജസ്റ്റ് നോട്ടുണ്ടാക്കാം. ലൈറ്റായിട്ട് ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പിസയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ആ ബേസും റെഡിയായി. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിസ്സ സോസിൽ നിന്ന് ഒരു 3-4 ടേബിൾ സ്പൂണോളം ഈ മാവിലേക്ക് ചേർത്ത് കൊടുത്ത് മൊസറല്ല ചീസ് ചേർത്ത് കൊടുത്ത് സവാള, വെജിറ്റബിൾസ്, തക്കാളി, ക്യാപ്സിക്കം, ചിക്കൻ വറുത്ത് വെച്ചത്, ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വറുത്തെടുത്തതാണ്. ഇനി അതിന്റെ മുകളിൽ കൂടെ വീണ്ടും 1 പിടി മൊസറല്ല ചീസും കൂടി ചേർത്ത് കൊടുത്ത് ഒലീവ് ഓയിൽ ചുറ്റും ഒഴിച്ച് ഒറിഗാനോ 1 ടീസ്പൂൺ ഒറിഗാനോ മുകളിൽ വിതറിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 15 മുതൽ 20 മിനിറ്റ് വരെ വേവിക്കുക. അപ്പൊ നമ്മുടെ മൊസറല്ല ചീസ് ഒക്കെ നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു ഫ്രൈ പാനിൽ നിന്ന് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി ചൂടോട് കൂടി കട്ട് ചെയ്ത് നമുക്ക് അടിപൊളി ഹോം മെയ്ഡ് പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും തയ്യാറാക്കുക, നോക്കുക. വീട്ടിൽ തന്നെ നമ്മൾ ചെലവ് കുറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കിയത്. അപ്പൊ അതും അടുപ്പിൽ വെച്ചാണ് തയ്യാറാക്കിയത്. അപ്പൊ നിങ്ങളെല്ലാവരും മറക്കാതെ ആദിലക്ഷ്മി കിച്ചണിൽ കാണാൻ പിസ്സ ഉണ്ടാക്കുക. കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കുക.